നമുക്ക് ചില പ്രതികരണങ്ങൾ കൂടി ഇതിൽ ലഭ്യമാണ്. അതിലേക്ക് ചവിട്ടിപ്പൊളിച്ച ജീപ്പിലിട്ട് എന്റെ തലയൊക്കെ ചവിട്ടിപ്പൊളിച്ച ആരും വന്ന് എന്നെ രക്ഷപ്പെടുത്തിട്ട് എന്നെ കൊന്നാണ്. സാറിനെ ഞാൻ കാണിച്ചുതരാം. എനിക്കറിയാം സാർമാരൊക്കെ എനിക്കറിയാം. നിങ്ങൾ മോഷണ ശ്രമത്തിനാണ് അവിടെ പോയതെന്നാണ് പ്രധാന ആരോപണം. നിങ്ങൾക്കെതിരെ അങ്ങനെയാണ് ഒരു പരാതി ഉള്ളതും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ആ മോഷണത്തിന് പരാതി കൊടുത്ത ആൾക്കാരെടുത്ത് പറയാൻ പറ. ഞങ്ങളത് എന്താ പിടിച്ചത്? ഞങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോ ഞങ്ങളെ രാത്രി അടിച്ച് എണീപ്പിക്കുക ചെയ്ത്. ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴേ രാത്രി കൊണ്ട് ഇവർ അടിച്ചടിച്ച് എണീപ്പിച്ച് ഞങ്ങൾ ചാടി എണീറ്റ് എന്താ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തന്നെ ഉമ്മാർ ബാക്കിൽ നിന്ന് കയറി പിടിച്ചതാണ്. ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. ആ സമയത്ത് ബാക്കിൽ നിന്ന് കയറി പിടിച്ചതാണ്. പിടിച്ചിട്ട് തലക്കടിച്ച് കപ്പ് വെച്ചിട്ട് ഹാൻഡ് കപ്പ് വെച്ചിട്ട്. പ്രതികളുടെ പ്രതികരണമാണ് കേട്ടത്. ഞങ്ങൾ മോഷ്ടിച്ചിട്ടില്ല, അങ്ങനെ ഒരു മോഷണ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ പരാതി അടിച്ച് ഉണർത്തിയായിരുന്നാണ് പറയുന്നത്. വിഷ്ണു, ഇങ്ങനെ പല പ്രതികരണങ്ങളും ഉണ്ട്. ഇപ്പോൾ നേരത്തെ പോലീസ് പറഞ്ഞ അവരെ കുറിച്ച് ഇത്രയും 10-17 കേസുകളുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ വെറുതെ കേസുകൾ അത്രയധികം വരാനും സാധ്യതയില്ലല്ലോ. തീർച്ചയായും ഇതിൽ നമ്മൾ ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഫ്ളാറ്റിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടത്തുന്ന വ്യക്തിയുമായി സംസാരിച്ചിരുന്നപ്പോൾ അയാൾ തന്നെയാണ് നമുക്ക് ആ പോലീസ് കൊണ്ടുപോകുന്ന ഈ പ്രതികളെ അവിടെ നിന്നും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ അയച്ചു തന്നതും. അപ്പോൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇവർ മോഷണശ്രമം നടത്തിയിരുന്നു. തുടർന്ന് നാട്ടുകാർ ഈ ശബ്ദം കേട്ട് അറിയിച്ചതിനെ തുടർന്നാണ് ഈ പോലീസ് എത്തുകയും ഇവരെ കസ്റ്റഡിയിൽ എടുത്തതും എന്നുള്ള വിവരമാണ് ഇവർ പറയുന്നത്. ഏതായാലും പ്രതികൾ ഇത്തരത്തിൽ അവർ ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആരോപണം ഇന്ന് രാവിലെ തൊട്ട് ഈ ബന്ധുക്കളായിട്ടുള്ളവരും പറയുന്നതും അതാണ്. അകാരണമായിട്ടാണ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് എന്നുള്ള വാദമാണ് ഈ പ്രതികളുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളും ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ പറഞ്ഞത്. ഏതായാലും ഇത്തരത്തിൽ പോലീസിന് ഈ മോഷണശ്രമം നടന്നതിന്റെ കേസും ഇവർക്കെതിരെ ലഭിച്ചിട്ടുണ്ട്. അതിലൊരു പരാതി ലഭിച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തതും. അതിന്റെ തുടർ നടപടി എന്നോണമാണ് ഇവരെ വൈദ്യപരിശോധനയടക്കം ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും പിന്നീട് കോടതിയിലിട്ട് മാറ്റുന്ന സാഹചര്യത്തിലോട്ട് എത്തിയത്. ഏതായാലും ഈ രാവിലെ ഇന്നിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴെല്ലാം ഈ ദൃശ്യങ്ങളെല്ലാം കാണാമായിരുന്നു. ഈ CCTVയുടെ മോണിറ്റർ കാണുന്ന ആ ഒരു ഈ മോണിറ്റർ തള്ളി തകർത്തിരിക്കുന്നു. അതുപോലെ അവിടെ ടാപ്പെല്ലാം തകർത്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഡ്യൂട്ടിയിലുള്ള പോലീസുകാരും പറയുന്നത് ഇത്തരത്തിൽ ഇവർ തന്നെയാണ് ഇന്നലെ രാവിലെ വന്നത് മുതൽ ഇന്നലെ രാത്രി എത്തിയത് മുതൽ ഇവർ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമമാണ്. ശരി, എന്തായാലും മോഷ്ടിച്ചിട്ടില്ല തങ്ങളെന്ന് പ്രതികൾ പറയുമ്പോഴും അവർക്കെതിരെ ഇതിനു മുൻപും സമാനമായ രീതിയിൽ പല കേസുകളുമുണ്ട്.